ഹലോ സ്നേഹിക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി അമ്മ തിരികെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പൊ അമ്മ നമ്മുടെ മകനാട്ടോ, നമ്മുടെ സേതുവാണ് അമ്മയെ എന്താ പറയാ പരിചരിച്ച് ആ ഒരു പഴയ പോലേക്ക് ആക്കുന്നതേ. കഞ്ഞി വാരി കൊടുത്തും അമ്മയ്ക്ക് മുടി ജീവി കൊടുത്തും ഒക്കെ നമ്മുടെ സേതുവാണ് അമ്മയെ നോക്കുന്നതേ. പിന്നീട് നമ്മുടെ മയൂരിയും നമ്മുടെ സേതുവായിട്ട് ഭയങ്കര സ്നേഹത്തിലാവുന്നുണ്ട്. വീണ്ടും നമ്മുടെ സേതുവിന് ഒരു പെങ്ങളെ കൂടി കിട്ടുകയാണ് അല്ലേ കൂട്ടുകാർ. അപ്പൊ ഇവരെല്ലാരും കൂടെ നമ്മുടെ പൊന്നുംമടം വീട്ടിലേക്കാട്ടോ, ഹോസ്പിറ്റലിൽ നിന്നും പൊന്നുംമടം വീട്ടിലേക്കാണ് പോകുന്നത്. പൊന്നുംമടം വീട്ടിലെ ലാസ്റ്റ് ഭയങ്കര കളിയും ചിരിയും ഒക്കെ നിറഞ്ഞൊരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ആ ഒരു സ്നേഹക്കൂട്ട് എന്ന് പറയാവുന്ന ആ ഒരു രീതിയിലുള്ള രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പൊന്നുംമടം വീട്ടിൽ പിന്നെ കാണുവാൻ സാധിക്കുന്നതേ. അതിനിടയിൽ എല്ലാം കൊണ്ടും നല്ലതാവുമ്പോൾ അപ്പുറത്ത് നമ്മുടെ രാജലക്ഷ്മി നന്നാവുന്നുണ്ട് കേട്ടോ. രാജലക്ഷ്മി നമ്മുടെ പാറുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് തുടങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഇന്ദ്രിയത്ത് വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പൊന്നുംമടം വീടും ഇങ്ങനെ ഭയങ്കര സമാധാനത്തിൽ പോകുന്നത് കണ്ടിട്ട് നമ്മുടെ ഇന്ദ്രിയത്തിന് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പൊ ഇന്ദ്രിയത്ത് അവിടെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നുണ്ടേ. നമ്മുടെ ഋതുവിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കയറുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ അച്ചു വന്ന് നമ്മുടെ ഇന്ദ്രിയത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രതാപനും ഇന്ദ്രിയത്തും കൂടി വന്നിട്ട് നമ്മുടെ പല്ലവിയായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പല്ലവി തിരിച്ച് നല്ല രീതിയിൽ മറുപടി തിരിച്ച് നമ്മുടെ ഇന്ദ്രിയത്തിന് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് എല്ലാവരും നമ്മുടെ മഹാലക്ഷ്മി അമ്മയും നമ്മുടെ പൂർണിമ അമ്മയും പല്ലവിയും എല്ലാവരും കൂടി ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊമോയിൽ തന്നെ ചോദിക്കുന്നു, ഇനി നമ്മുടെ പൊന്നുമടം വീട്ടിൽ ഈ ഒരു പ്രശ്നത്തിനൊക്കെ കാരണം സേതുവാണോ അതോ വേണുഗോപാലാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവസാനം എന്തൊക്കെയോ ഉരുൾപൊട്ടൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ. കാത്തിരുന്ന് എന്നെ കാണാട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.